ടാലന്റ് ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 2025 ഒക്ടോബർ 17-18 തീയതികളിലെ ആനുകാലിക വിഷയങ്ങളാണ്. വരൂ ക്ലാസ്സിലേക്ക് കടക്കാം. കേരള PSCയുടെ CPO എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ CPO റാങ്ക് ഫയൽ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. അപ്പോൾ ഈ ഒരു റാങ്ക് ഫയലിൽ CPO എക്സാമിലെ 20 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്കും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇനി സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് നമ്മൾ വേറൊരു സോഴ്സ് സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ ഫുൾ സിലബസ് നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു പുതിയ PSCയുടെ സിലബസ് പ്രകാരം തയ്യാറാക്കിയിട്ടുള്ള, അതേപോലെ SCRT NCRT സിലബസ് പാഠഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയിട്ടുള്ള ഒരു CPO റാങ്ക് ഫയലാണിത്. ഇതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഉടൻ തന്നെ ഈ ഒരു റാങ്ക് ഫയൽ സ്വന്തമാക്കുക. റാങ്ക് ഫയൽ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വേറെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവില്ല. താഴെയുള്ള ലിങ്കിലെ ആ ഒരു ഫോം ഫില്ല് ചെയ്താൽ മാത്രം മതി. ഫോം ഫില്ല് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ തന്നെ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് റാങ്ക് ഫയലാണ് ആവശ്യമെങ്കിൽ ആ കാര്യം ഞങ്ങളോട് പറഞ്ഞാൽ മതി. ഉടൻ തന്നെ നിങ്ങൾക്ക് റാങ്ക് ഫയൽ ലഭ്യമാകുന്നതായിരിക്കും. അതേപോലെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ബുക്ക് ടാലന്റ് അക്കാദമി പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം ഉൾപ്പെടുത്തി അതിന്റെ സിലബസ് എല്ലാം ക്രമമായിട്ട് വെച്ച് തയ്യാറാക്കിയിട്ടുള്ള ഒരു ബുക്കാണിത്. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് ഇനി വരുന്ന ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവർ മസ്റ്റ് ആയിട്ടും വാങ്ങിച്ചിരിക്കേണ്ട ഒരു ബുക്കാണിത്. ഈ ഒരു ബുക്ക് സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ട് താഴെ തന്നിരിക്കുന്ന ആ ഒരു ഫോം ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ മതി. എന്നിട്ട് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക് ബുക്കാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് അറിയിച്ചാൽ മാത്രം മതി. അത് ഉടൻ തന്നെ നിങ്ങൾക്ക് കയ്യിൽ ലഭ്യമാവുന്നതായിരിക്കും ഈ ഒരു ബുക്ക്. ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിൻമെന്റ് ആണ്. 2025 സ്കൂൾ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപ്പോയിൻമെന്റ് ആണ്. അപ്പോൾ 2025 സ്കൂൾ ഒളിമ്പിക്സിന്റെ ഗുഡ്വിൽ അംബാസഡർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ആരെന്നാണ് ഓർത്തു വെക്കുക. കീർത്തി സുരേഷ് ആണ്. ആരാണ്? കീർത്തി സുരേഷ് ആണ്. എന്താണ് 2025 സ്കൂൾ ഒളിമ്പിക്സിന്റെ ഗുഡ്വിൽ അംബാസഡർ എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ആരാണ്? ആക്ടർ ആയിട്ടുള്ള കീർത്തി സുരേഷ് ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിരിക്കുന്നത്. നമുക്കറിയാം എന്താണ് സ്കൂൾ ഒളിമ്പിക്സിന്റെ 2025 സ്കൂൾ ഒളിമ്പിക്സിന്റെ ബ്രാൻഡ് അംബാസഡർ നമ്മൾ നേരത്തെ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ളതായിരുന്നു. അതാരാണ്? സഞ്ജു സാംസൺ. ആരാണെന്ന് ഓർത്ത് വെക്കുക. സഞ്ജു സാംസൺ ആണ് എന്താണ് 2025 സ്കൂൾ ഒളിമ്പിക്സിന്റെ ബ്രാൻഡ് അംബാസഡർ. ഇനി ഈ ഒരു മത്സരം നടക്കുന്നത്, അതായത് 2025 സ്കൂൾ ഒളിമ്പിക്സ് സ്കൂൾ കായികമേള നടക്കുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് നടക്കുന്നത്. അതിന്റെ ഭാഗ്യചിഹ്നവും നമ്മൾ നോക്കിയതാണ്. തങ്കു ആണ് ഭാഗ്യചിഹ്നം. എന്താണ്? തങ്കു എന്നുള്ള മുയലാണ് എന്താണ് 2025 സ്കൂൾ ഒളിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നം എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ 2025 സംസ്ഥാന സ്കൂൾ കായികമേള മുതൽ എന്താണ് പുതിയ ഒരു 3 ഐറ്റം കൂടി ഉൾപ്പെടുത്തുകയാണ്. ഏതൊക്കെയാണെന്ന് ഓർത്ത് വെക്കുക. കളരിപ്പയറ്റും, യോഗയും, അതേപോലെ ഫെൻസിങ്ങും. എന്തൊക്കെയാണ്? കളരിപ്പയറ്റ്, യോഗ, ഫെൻസിങ് മുതലായവ ഈ വർഷം മുതൽ ഉൾപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു. 2025 സ്കൂൾ ഒളിമ്പിക്സ് ഗുഡ്വിൽ അംബാസഡർ ആരെന്നാണ് ഓർത്ത് വെക്കുക. കീർത്തി സുരേഷ് ആണ്. ബ്രാൻഡ് അംബാസഡർ സഞ്ജു സാംസൺ ആണ്. എല്ലാവരും ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ചിലത് വന്നിട്ടുണ്ട്. അപ്പോൾ ഉടൻ തന്നെ ആ ഒരു നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യുക. ഇനി ഡേറ്റ് ലാസ്റ്റ് വരെ നമുക്ക് കാത്തിരിക്കേണ്ട. ഇനി ഈ എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നതിനായിട്ട് ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഏറ്റവും മികച്ച റാങ്കോട് കൂടി നിങ്ങൾക്ക് പാസ്സാകാൻ വേണ്ടിയിട്ട് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടീമാണ് ടാലന്റിൻ്റേത്. അപ്പോൾ അതിൻ്റെ കൂടെ വർക്ക് ചെയ്ത് നിങ്ങൾക്ക് ഉയർന്ന റാങ്കുകൾ നേടാൻ സാധിക്കുന്നതായിരിക്കും. ഈ കോഴ്സിൽ ഡിഗ്രി ലെവൽ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് ഓൺലൈനായിട്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ടും ജോയിൻ ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ജോയിൻ ചെയ്യാനായിട്ട് താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതിൽ നിന്ന് നമ്മുടെ ടീം നിങ്ങളെ വിളിക്കുന്നതായിരിക്കും. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നിങ്ങൾക്ക് ഒരു കോഴ്സ് ലഭ്യമാവുന്നതാണ്. ഈ വർഷം തന്നെ നമുക്ക് ഈ ഒരു റാങ്ക് ഉറപ്പിക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. കേരളത്തിലെ ആദ്യത്തെ ട്രാവൽ ലിറ്റററി ഫെസ്റ്റിവൽ എന്താണെന്നാണ്. അപ്പോൾ അതിന് നൽകിയിരിക്കുന്ന പേരെന്താണ്? യാനം എന്നാണ്. എന്താണ്? യാനം എന്നുള്ള ഒരു ഫെസ്റ്റിവൽ ആണ് നടക്കുന്നത്. എന്താണ് ഇതിന്റെ പ്രത്യേകത? കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു ട്രാവൽ ലിറ്റററി ഫെസ്റ്റിവൽ നടക്കുന്നത്. എന്താണ് അതിന്റെ പേര് നൽകിയിരിക്കുന്നത്? ഈ ഒരു ഫെസ്റ്റിവലിന് നൽകിയിരിക്കുന്ന പേരെന്താണ്? യാനം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ യാനം, കേരളത്തിലെ ആദ്യത്തെ ട്രാവൽ ലിറ്റററി ഫെസ്റ്റിവൽ ആയിട്ടുള്ള യാനത്തിന്റെ വേദി എവിടെയാണെന്ന് കൂടി ഓർത്ത് വെക്കുക. വർക്കലയാണ്. വർക്കലയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. എവിടെയാണ്? വർക്കലയിൽ വെച്ചിട്ടാണ് എന്ന് നടക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ ട്രാവൽ ലിറ്റററി ഫെസ്റ്റിവൽ ആയിട്ടുള്ള യാനം നടക്കുന്നത്. അപ്പോൾ 2025 ഇത്തരത്തിൽ ആദ്യമായിട്ട് ഒരു ട്രാവൽ ലിറ്റററി ഫെസ്റ്റിവൽ കേരളത്തിൽ നടക്കുന്നത് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ശ്രീലങ്കൻ പ്രധാനമന്ത്രി ആരെന്നാണ് ഓർത്തു വെക്കുക. ഹരിണി അമരസൂരിയാണ്. ആരാണ്? ഹരിണി അമരസൂരിയാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഒത്തിരി തവണ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എന്താണ്?
ശ്രീലങ്കയുടെ പ്രധാനമന്ത്രി ആരാണ്? ഹരണി അമരസൂര്യയാണ്. അപ്പോൾ ഈ ഒരു പ്രധാനമന്ത്രി ആയതിനു ശേഷം, പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വന്നതിന് ശേഷം ഹരണി അമരസൂര്യ ഇന്ത്യ ആദ്യമായിട്ട് സന്ദർശിക്കുകയാണ്. എപ്പോഴാണ് ഈ ഒരു സന്ദർശനം നടത്തിയത്? അതായത് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വന്നതിന് ശേഷം ഹരണി അമരസൂര്യ ആദ്യമായി ഇന്ത്യ സന്ദർശിച്ചത് 2025 ഒക്ടോബറിലാണ്. അപ്പോൾ 16 മുതൽ 18 വരെ ആയിരിക്കും ഇന്ത്യയിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഓർത്തു വെക്കുക, ആരാണ് അടുത്തിടെ സന്ദർശിച്ച ശ്രീലങ്കൻ പ്രധാനമന്ത്രി നമ്മൾ പറഞ്ഞു, ഹരണി അമരസൂര്യയാണ്. നമുക്കറിയാം ഹരണി അമരസൂര്യ അവിടുത്തെ എന്താണ് വിദ്യാഭ്യാസ മന്ത്രി കൂടിയാണ്. എന്താണ്? ശ്രീലങ്കയിലെ വിദ്യാഭ്യാസ മന്ത്രി കൂടിയാണ്. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിലും അതേപോലെ തന്നെ സാങ്കേതിക മേഖലയിലെ കൂടുതൽ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും അതേപോലെ പര്യവേഷണങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടും IIT ഡൽഹിയും അതേപോലെ നീതി ആയോഗവും എന്താണ് ഹരണി അമരസൂര്യ സന്ദർശിക്കുകയുണ്ടായിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, ഹരണി അമരസൂര്യ ഡിഗ്രി നേടിയത്, അതായത് ബിരുദം നേടിയത് ഇന്ത്യയിൽ നിന്നുമാണ്. ഇന്ത്യയിലെ അതായത് ഡൽഹിയിലെ ഹിന്ദു കോളേജ് ഓഫ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് എന്താണ് ഈ ഒരു ബിരുദം നേടിയത്. ആരാണെന്ന് ഓർത്ത് വെക്കുക? ഹരണി അമരസൂര്യ. അതുകൊണ്ട് എന്താണ് ആ ഒരു വിദ്യാലയം കൂടി, ആ ഒരു യൂണിവേഴ്സിറ്റിയും കൂടി ഈ ഒരു സന്ദർശനത്തിൽ എന്താണ് ഹരണി അമരസൂര്യ സന്ദർശിക്കുകയുണ്ടായി. ഇന്ത്യ സന്ദർശിച്ചപ്പോൾ അവിടെയും ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓർത്ത് വെക്കുക, അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ശ്രീലങ്കൻ പ്രധാനമന്ത്രി ആരാണ്? ഹരണി അമരസൂര്യയാണ്. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. 2026-28 കാലയളവിലേക്കുള്ള UN മനുഷ്യാവകാശ കൗൺസിലിലേക്ക് ഇന്ത്യ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. എന്താണെന്ന് ഓർത്ത് വെക്കുക, 2026-28 കാലയളവിലേക്കുള്ള യുഎന്നിന്റെ മനുഷ്യാവകാശ കൗൺസിലിലേക്കാണ് ഇന്ത്യ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. 7ാം തവണയാണ് എന്താണ് ഇന്ത്യ എതിരില്ലാതെ ഈ ഒരു കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പോൾ ഏത് വർഷം തൊട്ടാണ് ആ ഒരു പീരീഡ് ഓഫ് ടൈം ഓർത്ത് വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2026 മുതൽ 28 വരെയുള്ള കാലയളവിലേക്കായിരിക്കും എന്താണ് യുഎന്നിന്റെ മനുഷ്യാവകാശ കൗൺസിലിൽ ഇന്ത്യ ഉണ്ടാകും. അങ്ങനെ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. 7ാം തവണയാണ് ഈ ഒരു കൗൺസിലിലേക്ക് ഇന്ത്യ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഒക്ടോബർ 16 പ്രത്യേകതയാണ്. ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. എന്താണ്? ഒക്ടോബർ 16 എല്ലാ വർഷവും ലോക ഭക്ഷ്യദിനമായിട്ടാണ് ആചരിക്കുന്നത്. 1945 എന്താ യുഎന്നിന്റെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ സ്ഥാപിതമായതിനോടനുബന്ധിച്ചാണ് എല്ലാ വർഷവും എന്താ ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനമായിട്ട് നമ്മൾ ആചരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ 1945 മുതൽ എന്താണ് 1945 ആരംഭിച്ച ഒരു ഓർഗനൈസേഷനാണ്, യുഎന്നിന്റെ ഒരു വിങ് ആണ് എന്താണ് FAO എന്നുള്ളത്. അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടത് ഈ ഒരു ദിവസത്തിന്റെ പ്രമേയമാണ്. 2025 ലോക ഭക്ഷ്യദിനത്തിന്റെ വേൾഡ് ഫുഡ് ഡേയുടെ എന്താ പ്രമേയം നമുക്ക് നോക്കാം. ഹാൻഡ് ഇൻ ഹാൻഡ് ഫോർ ബെറ്റർ ഫുഡ് ആൻഡ് ബെറ്റർ ഫ്യൂച്ചർ എന്നുള്ളതാണ്. എന്താണ്? ഹാൻഡ് ഇൻ ഹാൻഡ് ഫോർ ബെറ്റർ ഫുഡ് ആൻഡ് ബെറ്റർ ഫ്യൂച്ചർ എന്നുള്ളതാണ് 2025 ലോക ഭക്ഷ്യദിനത്തിന്റെ പ്രമേയം. അപ്പോൾ ഈ ഒരു ദിവസം നമ്മൾ ആചരിക്കുന്നതെന്നാണ് ഒക്ടോബർ 16 ആചരിക്കുന്നത്. 1945 എന്താണ് വേൾഡ് നമ്മുടെ UN ഓർഗനൈസേഷന്റെ ഒരു വിങ് ആയിട്ടുള്ള ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ സ്ഥാപിതമായതിനോടനുബന്ധിച്ചാണ് എല്ലാ വർഷവും ഈ ഒരു ദിവസം നമ്മൾ ആചരിക്കുന്നത്. ഇനി ഒരു പ്രത്യേകതരം സ്റ്റാമ്പുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്ത്യയും മംഗോളിയയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 70 വർഷത്തെ സ്മരണയ്ക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതേപോലെ മംഗോളിയൻ പ്രസിഡന്റ് ഖുറേസുഖ് ഉഗ്നും ചേർന്നിട്ട് സ്റ്റാമ്പ് പുറത്തിറക്കി. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റാമ്പ് പുറത്തിറക്കിയത്? ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിൽ ചേർന്നിട്ടാണ് ഈ ഒരു സ്റ്റാമ്പ് പുറത്തിറക്കിയത് എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഏതൊക്കെ രാജ്യമാണ്? ഇന്ത്യയും അതേപോലെ മംഗോളിയയും ചേർന്നിട്ടാണ് ഈ ഒരു സ്റ്റാമ്പ് പുറത്തിറക്കിയത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 70ാം വാർഷികത്തോടനുബന്ധിച്ചാണ്, 70ാം വർഷത്തെ സ്മരണയ്ക്കായിട്ടാണ്. ആരൊക്കെ ചേർന്നിട്ടാണ്? നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയും അതേപോലെ മംഗോളിയൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഖുറേസുഖും ചേർന്നിട്ടാണ് എന്താണ് ഈ ഒരു സ്റ്റാമ്പ് പുറത്തിറക്കിയത്. സ്റ്റാമ്പിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണ് ഈ ഒരു സ്റ്റാമ്പിന്റെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്? ഇതിന്റെ പ്രത്യേകത ഈ ഒരു ചിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഇന്ത്യയിലെ പരമ്പരാഗത നാടകരൂപമായിട്ടുള്ള രാമലീലയും അതേപോലെ മംഗോളിയയിലെ പരമ്പരാഗത ഒരു നൃത്ത രൂപമായിട്ടുള്ള BLGയും രണ്ടും എന്താണ് ഈ ഒരു സ്റ്റാമ്പിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ രണ്ടിൻ്റെയും ചിത്രം എന്താണ് ഈ ഒരു സ്റ്റാമ്പിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളാണ് ഈ ഒരു സ്റ്റാമ്പ് പുറത്തിറക്കിയത്? ഇന്ത്യയും അതേപോലെ മംഗോളിയയും ചേർന്നിട്ടാണ് ഈ ഒരു സ്റ്റാമ്പ് പുറത്തിറക്കിയത്.
അടുത്ത് തന്നെ ഇനി കമ്പനി ബോർഡ് LGS എക്സാം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. PSCയുടെ ഏറ്റവും പുതിയ മാതൃക അനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു LGS എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ടാലന്റ് അക്കാദമി നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിന് താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ തന്നെ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഉടൻ തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഇനിയൊരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സമുദ്രശക്തി 2025ന്റെ വേദി എവിടെയെന്നാണ് ഓർത്തു വെക്കുക. വിശാഖപട്ടണമാണ്. എന്താണ്? വിശാഖപട്ടണത്ത് വെച്ചാണ് 2025 സമുദ്രശക്തി നടക്കുന്നത്. ഇനി ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള അഭ്യാസമാണ് ഇതെന്ന് ഓർത്തു വെക്കുക. ഇന്ത്യയും അതേപോലെ ഇന്തോനേഷ്യയും തമ്മിലാണ്. ഇന്ത്യയും അതേപോലെ ഇന്തോനേഷ്യയും ചേർന്നിട്ടാണ് ഈ ഒരു സമുദ്രശക്തി അഭ്യാസം നടക്കുന്നത്. ഇതൊരു നാവിക അഭ്യാസമാണ്. എവിടെയാണ് 2025 ഈ ഒരു അഭ്യാസം നടക്കുന്നത്? വിശാഖപട്ടണത്ത് വെച്ചാണ് നടക്കുന്നത്. ഇനി ഒരു ഉപഗ്രഹവുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് നമ്മൾ നോക്കുന്നത്. ലോകത്തിലെ ആദ്യത്തെ മൾട്ടി സെൻസർ എർത്ത് ഒബ്സർവേഷൻ ഉപഗ്രഹം ഏതെന്നാണ് ഓർത്തു വെക്കുക. മിഷൻ ദൃഷ്ടി എന്നുള്ള ഉപഗ്രഹമാണ്. എന്താണ്? മിഷൻ ദൃഷ്ടി എന്നുള്ള ഉപഗ്രഹമാണ്. എന്താണ് ഇതിന്റെ പ്രത്യേകത? ലോകത്തിലെ തന്നെ ആദ്യത്തെ മൾട്ടി സെൻസർ എർത്ത് ഒബ്സർവേഷൻ ഉപഗ്രഹമാണിത്. അതിന്റെ പേരെന്താണെന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. മിഷൻ ദൃഷ്ടി എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ഇനി ഇത് ഡെവലപ്പ് ചെയ്തത് ആരാണെന്ന് ഓർത്തു വെക്കുക. ഗാലക്സ് ഐ എന്നുള്ള സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. എന്താണ്? ഗാലക്സ് ഐ എന്നുള്ള ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അടുത്ത വർഷത്തിൽ ആദ്യ പാദത്തിൽ തന്നെ ഇത് വിക്ഷേപിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ നോട്ട് ചെയ്യുക, ലോകത്തിലെ ആദ്യത്തെ മൾട്ടി സെൻസർ എർത്ത് ഒബ്സർവേഷൻ ഉപഗ്രഹം ഏതാണ്? മിഷൻ ദൃഷ്ടിയാണ്. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. 2030 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദിയായി ശുപാർശ ചെയ്യപ്പെട്ട ഇന്ത്യൻ നഗരം ഏതെന്നാണ് ഓർത്തു വെക്കുക. അഹമ്മദാബാദ് ആണ്. എന്താണ്? അഹമ്മദാബാദ് നഗരത്തെയാണ് 2030 ഏത് വർഷത്തേക്കുള്ളതാണ്? 2030 കോമൺവെൽത്ത് ഗെയിംസിനായിട്ട് ശുപാർശ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ റിസൾട്ട് നമുക്ക് നവംബർ ആദ്യ വാരത്തോടു കൂടിയാണ് അറിയപ്പെടാനായിട്ട് സാധിക്കുന്നത്. അതായത് ഇന്ത്യൻ നഗരമായിട്ടുള്ള അഹമ്മദാബാദിൽ വെച്ച് തന്നെ നടക്കുമോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വെച്ച് നടക്കുമോ എന്നുള്ളത് നമുക്ക് നവംബർ ആദ്യ വാരം അറിയാൻ സാധിക്കും. അപ്പോൾ നമുക്കത് കൺഫേം ചെയ്ത് പഠിക്കാം. എന്തായാലും ശുപാർശ ചെയ്യപ്പെട്ട ഇന്ത്യൻ നഗരം ഏതാണെന്നൊന്ന് പഠിച്ചു വെച്ചേക്കുക. അഹമ്മദാബാദ് ആണ്. 2030 കോമൺവെൽത്ത് ഗെയിംസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വേദി ശുപാർശ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അടുത്തതൊരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2025 ഒക്ടോബറിൽ അന്തരിച്ച മുൻ കെനിയൻ പ്രധാനമന്ത്രി ആരെന്നാണ് ഓർത്തു വെക്കുക. റൈല ഒഡിങ്ങയാണ്. ആരാണ്? റൈല ഒഡിങ്ങയാണ്. അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ്. എന്താണ് പ്രത്യേകത? നമ്മൾ പറഞ്ഞു, അദ്ദേഹം കെനിയയുടെ മുൻ പ്രധാനമന്ത്രിയാണ്. 2008 ഓർത്തു വെക്കുക. 2013 കാലഘട്ടത്തിലാണ് അദ്ദേഹം കെനിയയുടെ പ്രധാനമന്ത്രി ആയിരുന്നത്. അദ്ദേഹം എവിടെയാണ് അന്തരിച്ചത്? കേരളത്തിൽ വെച്ചാണ് അന്തരിച്ചത്. അത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. കേരളത്തിലെ എറണാകുളത്തെ കൂത്താട്ടുകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ അവിടെയാണ് അദ്ദേഹം മരിച്ചത്. കേരളത്തിൽ കുറച്ച് ചികിത്സയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം വന്നിരുന്നത്. എന്നാൽ അദ്ദേഹം ഇവിടെ വെച്ച് നമ്മുടെ കേരളത്തിൽ വെച്ചാണ് അന്തരിച്ചത്. ഏത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്നു? കെനിയയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള റൈല ഒഡിങ്ങയാണ് അന്തരിച്ചിരിക്കുന്നത്. ഇനി വരാൻ പോകുന്ന 10th ലെവൽ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ LDC റാങ്ക് ഫയൽ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് ഈ ഒരു റാങ്ക് ഫയൽ 3 വോളിയങ്ങളായിട്ടാണ് ലഭ്യമാവുന്നത്. 1600 രൂപയാണ് ഈ ഒരു റാങ്ക് ഫയലിന്റെ ഒറിജിനൽ പ്രൈസ്. ഇപ്പോൾ 1500 രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ഓഫർ പ്രൈസിൽ ഉടൻ തന്നെ ഈ ഒരു റാങ്ക് ഫയൽ സ്വന്തമാക്കുക. ന്യൂ SCERT പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. മുൻവർഷ ചോദ്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങൾ ആമസോണിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സെല്ലറായിട്ട് നിൽക്കുന്ന ഒരു റാങ്ക് ഫയലാണ് LDC ടാലന്റിന്റെ LDC റാങ്ക് ഫയൽ. ഒട്ടനവധി പേരാണ് ഇതിനകം തന്നെ ഈ ഒരു റാങ്ക് ഫയൽ സ്വന്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ അവരോടൊക്കെ കോമ്പീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കും ഈ ഒരു എക്സാമിൽ പ്രിപ്പയർ ചെയ്യുന്നതിനായിട്ട് ഉടൻ തന്നെ ടാലന്റിന്റെ ഈ ഒരു LDC റാങ്ക് ഫയൽ സ്വന്തമാക്കുക. റാങ്ക് ഫയൽ സ്വന്തമാക്കുന്നതിനായിട്ട് താഴെ തന്നിരിക്കുന്ന ആ ഒരു ഫോം ഫില്ല് ചെയ്താൽ മാത്രം മതി. ഞങ്ങൾ തന്നെ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ആ ഒരു കോൺടാക്ട് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ പറഞ്ഞാൽ മതി നിങ്ങൾക്ക് ഈ ഒരു LDC റാങ്ക് ഫയൽ ആണ് വേണ്ടതെന്ന്. ഉടൻ തന്നെ ഈ ഒരു ഓഫർ പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് റാങ്ക് ഫയൽ ലഭ്യമാവുന്നതായിരിക്കും. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ നോക്കിയത് ഒരു അപ്പോയിന്റ്മെന്റ് ആയിരുന്നു. 2025 സ്കൂൾ ഒളിമ്പിക്സ് ഗുഡ്വിൽ അംബാസഡർ ആരെന്നാണ്? കീർത്തി സുരേഷ് ആണ് ഗുഡ്വിൽ അംബാസഡർ. ഇനി ബ്രാൻഡ് അംബാസഡർ ആരാണെന്ന് ഓർത്തു വെക്കുക. സഞ്ജു സാംസൺ ആണ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് കേരളത്തിലെ ആദ്യത്തെ ട്രാവൽ ലിറ്റററി ഫെസ്റ്റിവൽ ഏതെന്നാണ്? യാനമാണ്. എവിടെ വെച്ചാണ് നടക്കുന്നത്? വർക്കലയിൽ വെച്ചാണ് നടക്കുന്നത്. ശേഷം നമ്മൾ നോക്കിയത് അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ശ്രീലങ്കൻ പ്രധാനമന്ത്രി ആരെന്നാണ്? ഹരിണി അമരസൂര്യയാണ്. അപ്പോൾ ഇന്ത്യ സന്ദർശിക്കുന്നത് പ്രധാനമന്ത്രിയായതിനു ശേഷം ഹരിണി ആദ്യമായിട്ടാണ് ഇന്ത്യ സന്ദർശിക്കുന്നത്. അതേപോലെ നീതി ആയോഗ് സന്ദർശിച്ചു. IIT ഡൽഹിയിൽ പോയിരുന്നു. ഹരിണി പഠിച്ചിരുന്ന, അതായത് ഹരിണി അമരസൂര്യ നേരത്തെ ഡിഗ്രി നേടിയിട്ടുണ്ടായിരുന്ന ആ ഒരു യൂണിവേഴ്സിറ്റി, ഹിന്ദു കോളേജ് ഓഫ് യൂണിവേഴ്സിറ്റിയും സന്ദർശിക്കുകയുണ്ടായി.
അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് 2026-28 കാലയളവിലേക്കുള്ള UN മനുഷ്യാവകാശ കൗൺസിലിലേക്ക് ഇന്ത്യ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ള വാർത്തയായിരുന്നു. അപ്പോൾ ഏഴാമത്തെ തവണയാണ് ഇന്ത്യ ഇത്തരത്തിൽ എതിരില്ലാതെ ഈ ഒരു പോസ്റ്റിലേക്ക്, ഈ ഒരു കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു സ്റ്റാമ്പ് ആയിരുന്നു. സ്റ്റാമ്പിന്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യയും മംഗോളിയയും ചേർന്നിട്ട് പുറത്തിറക്കിയ ഒരു സ്റ്റാമ്പാണ്. അവർ തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 70 വർഷത്തെ സ്മരണയ്ക്കായിട്ടാണ് ഈ ഒരു സ്റ്റാമ്പ് പുറത്തിറക്കിയത്. ആരൊക്കെ ചേർന്നാണ് പുറത്തിറക്കിയെന്ന് ഓർത്തുവെക്കുക? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതേപോലെ മംഗോളിയൻ പ്രസിഡന്റ് ഖുർറേൽ സുഖും ചേർന്നിട്ടാണ് ഈ ഒരു സ്റ്റാമ്പ് പുറത്തിറക്കിയത്. ശേഷം നമ്മൾ നോക്കിയത് ഒരു വേദിയായിരുന്നു. സമുദ്രശക്തി 2025 വേദി എവിടെയെന്ന് നമ്മൾ നോക്കി. വിശാഖപട്ടണത്ത് വെച്ചാണ് ഈ ഒരു അഭ്യാസം നടക്കുന്നത്. ഇന്ത്യയും അതേപോലെ ഇന്തോനേഷ്യയും ചേർന്നിട്ടുള്ള ഒരു സംയുക്ത നാവിക അഭ്യാസമാണ് സമുദ്രശക്തി എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ലോകത്തിലെ ആദ്യത്തെ മൾട്ടി സെൻസർ എർത്ത് ഒബ്സർവേഷൻ ഉപഗ്രഹം ഏതെന്നാണ്. മിഷൻ ദൃഷ്ടി എന്നുള്ള ഉപഗ്രഹമാണ്. ലോകത്തിലെ തന്നെ ആദ്യത്തെ മൾട്ടി സെൻസർ എർത്ത് ഒബ്സർവേഷൻ ഉപഗ്രഹമാണിതെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഇത് ഡെവലപ്പ് ചെയ്തത് ഗാലക്സി ഐ എന്നുള്ള ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. 2026 ആദ്യ പാദത്തിൽ തന്നെ ഈ ഒരു ഉപഗ്രഹം വിക്ഷേപിക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് 2030 കോമൺവെൽത്ത് ഗെയിംസിൽ വേദിയായി ശുപാർശ ചെയ്യപ്പെട്ട ഇന്ത്യൻ നഗരം ഏതെന്നാണ്. അഹമ്മദാബാദ് ആണ് 2030 കോമൺവെൽത്ത് ഗെയിംസിന് വേണ്ടിയിട്ടുള്ള വേദിയായിട്ടാണ് ശുപാർശ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ശേഷം നമ്മളൊരു വിയോഗമാണ് നമ്മൾ നോക്കിയത്. 2025 ഒക്ടോബറിൽ അന്തരിച്ച മുൻ കെനിയൻ പ്രധാനമന്ത്രി ആരെന്നാണ്. ഓർത്തു വെക്കുക, റെയില ഒഡിംഗയാണ്. അപ്പോൾ അദ്ദേഹം അന്തരിച്ചത് കേരളത്തിൽ വെച്ചാണെന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ചരിത്രങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം ഇതാണ്: 2025 ഒക്ടോബറിൽ ഗാസ യുദ്ധം അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര സമാധാന ഉച്ചകോടി നടന്നത് എവിടെയെന്നാണ്. ഓപ്ഷൻ എ ഇസ്രായേൽ, ഓപ്ഷൻ ബി US, ഓപ്ഷൻ സി ഖത്തർ, ഓപ്ഷൻ ഡി ഈജിപ്ത്. അടുത്ത ചോദ്യം ഇതാണ്: 40ാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക്സ് ഓവറോൾ കിരീടം നേടിയത് ആരെന്നാണ്. ഓപ്ഷൻ എ ഹരിയാന, ഓപ്ഷൻ ബി തമിഴ്നാട്, ഓപ്ഷൻ സി കേരളം, ഓപ്ഷൻ ഡി കർണാടക. ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ ആദ്യ മാനസികാരോഗ്യ അംബാസഡറായി നിയമിതയായത് ആരെന്നാണ്. ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്. ദീപിക പദുക്കോണാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതയായത്. അടുത്ത ചോദ്യം ഇതായിരുന്നു: സാവൽകോട്ട് ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന നദി ഏതെന്നാണ്. ഏത് നദിയിലാണ്? ചെനാബ് നദിയിലാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ചെനാബ് നദിയിലാണ് സാവൽകോട്ട് ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.